ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ? പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി നമ്മുടെ കയ്യിൽ ഒരു മാന്ത്രിക വിദ്യയുണ്ട്. മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താനും നമ്മളുടെ വിജയത്തിന് സഹായിക്കുന്ന നമ്മുടെ സ്വന്തം മനസ്സിന്റെ ഒരു മാന്ത്രിക വിദ്യ. അതിനെയാണ് പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമാണ് പിഗ്മാലിയൻ. ഇദ്ദേഹം പെർഫെക്ഷനിസത്തിന്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിന് പ്രണയിക്കാൻ വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് പക്ഷെ തന്റെ സങ്കല്പത്തിനനുസരിച്ചൊരു പ്രണയിനിയെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം ചിന്തിച്ചു, തന്റെ സങ്കല്പമെല്ലാം ചേർത്ത് വെച്ച് ഒരു ശില്പം നിർമ്മിക്കാം. അദ്ദേഹം ശില്പത്തിന്റെ പണികൾ ആരംഭിച്ചു. അധികം താമസിയാതെ സുന്ദരിയായ ഒരു ശില്പത്തെ അദ്ദേഹം നിർമ്മിച്ചു. എന്നും രാവിലെ അദ്ദേഹം ശില്പത്തിന്റെ അടുത്ത് വന്ന് അതിനെ തലോടുകയും സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, ഈ പ്രതിമയിൽ ജീവൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും. ഈ ചിന്ത പ്രതിമയിൽ ജീവൻ ഉള്ള ഒരു സ്ത്രീയെ പോലെ അദ്ദേഹം പ്രതിമയോട് പെരുമാറാൻ തുടങ്ങി. അതിനൊരു പേരിട്ടു, ഗലാറ്റിയ. അദ്ദേഹം ഗലാറ്റിയയെ പ്രത്യേകമായൊരു മുറിയിലിരുത്തി അലങ്കരിച്ചു, പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അതിനുശേഷം വ്രതത്തിലും പ്രാർത്ഥനയിലും മുഴുകി അവൾ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് സങ്കല്പിച്ച് അദ്ദേഹം അവളോട് സംസാരിച്ചു, പ്രണയിച്ചു, തലോടി. ദിവസങ്ങൾ കഴിയവേ ഒരു ദിവസം അദ്ദേഹം പ്രതിമയുടെ അടുക്കൽ തന്റെ സ്നേഹപ്രകടനങ്ങളും പ്രണയവും അചഞ്ചലമായ പ്രതീക്ഷയോടുകൂടി പങ്കുവെക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രതിമ ഊഷ്മളമാകുവാനും ഒന്ന് കണ്ണ് ചിമ്മുവാനും തുടങ്ങി. താമസിയാതെ പ്രതിമയിൽ ജീവൻ തുടിക്കുന്ന ഒരു സാഹചര്യം പോലെ അദ്ദേഹത്തിന് തോന്നി. വിശ്വാസം വരാതെ പിഗ്മാലിയൻ അതിശയോക്തിയിൽ നോക്കുമ്പോൾ പ്രതിമ പിഗ്മാലിയനെ നോക്കി വശ്യമായൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ ഞാൻ എന്തിനീ കഥ പറഞ്ഞു എന്ന് വെച്ചാൽ, പുരാണ കഥകൾ പോലെ അമാനുഷികമല്ലെങ്കിലും മനഃശാസ്ത്രപരമായ ഒരു നേട്ടം ഈ പിഗ്മാലിയൻ എഫക്റ്റിന് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലുമുണ്ട്. അമിതമായ പ്രതീക്ഷയും ആത്മവിശ്വാസത്തോടു കൂടിയുമുള്ള സമീപനം മറ്റൊരാൾ നമ്മളിലേക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിന്റെ പോസിറ്റിവിറ്റിയെയും വളർച്ചയെയും സക്സസിനെയും സഹായിക്കും എന്നുള്ളത് നിശ്ചയം നമുക്ക് പറയാം. പക്ഷേ മറ്റൊരു ദൂഷ്യവശം കൂടി ഇതിനുണ്ട്. അമിതമായ പ്രതീക്ഷ അർപ്പിക്കുന്നത് കൊണ്ട് ആരിൽ എങ്ങനെയാണ് നമ്മൾ അമിത പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ ദൂഷ്യവശം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.